ഗീതയുടെ കാലിൽ നനവ് അനുഭവപ്പെട്ടതും അവർ കണ്ണുകൾ തുറന്ന് മുന്നിലേക്ക് നോക്കി. തൻ്റെ കാൽപാദത്തിൽ നിലത്തിരുന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന കർണനെയാണ് അവർ അവിടെ കണ്ടത്. അവർ വേഗം എഴുന്നേറ്റ് അവനെ പിടിച്ച് അവർക്കരികിലേക്ക് ഇരുത്തി. അപ്പോഴും അവൻ്റെ കണ്ണുകൾ തോർന്നില്ല. 2 വർഷം തന്നിൽ നിന്നും അകറ്റി നിർത്തിയ അമ്മയ്ക്ക് വേണ്ടി അവനിലെ നീർത്തുള്ളികൾ പെയ്തുകൊണ്ട് തന്നെയിരുന്നു. എന്തിനാ കണ്ണ കരയുന്നേ? നിന്നെ ഇങ്ങനെ കാണാൻ അമ്മയ്ക്കൊരിക്കലും കഴിയില്ല. പറ്റിപ്പോയി, മാപ്പ്. ഒരുപാട് നോവിച്ചു ഞാൻ എൻ്റെ അമ്മയെ. ഒന്നും തന്നെ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല, മാപ്പ്. അത്രയ്ക്കും മഹാഭാവിയായിപ്പോയി അമ്മയുടെ മോൻ. അങ്ങനെ ഒരിക്കലും പറയരുത് നീ. എൻ്റെ നിധിയാ നീ. നിന്നെ അമ്മയ്ക്കറിയില്ലേ? ഒന്നുമില്ലെങ്കിലും നീ ഞങ്ങളിൽ നിന്നും അകന്നു മാറി ഇങ്ങനെയാവാനും ഞാനും നിൻ്റെ അച്ഛനും ഒരു കാരണക്കാർ തന്നെയായിരുന്നു എന്ന് കരുതി അമ്മ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കണമെന്ന് കരുതി ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം നിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാന്ന്. അനുമോളോട് പോലും അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നേ. അതിനുള്ള ശിക്ഷയായി 2 വർഷങ്ങളാണ് എൻ്റെ മകനെ എന്നിൽ നിന്നും അകറ്റിയത്. ഇപ്പം ഇതാ അവൻ്റെ അച്ഛനും. അതെല്ലാം പറഞ്ഞ് ഗീത കർണൻ്റെ മുൻപിൽ പൊട്ടിക്കരഞ്ഞു. അവൻ തൻ്റെ അമ്മയെ തന്നിലേക്കായി ചേർത്ത് പിടിച്ചു. ഒരിക്കൽ താനായി തന്നെ നിഷേധിച്ച് നിർത്തിയ ഒരു മകൻ്റെ സ്നേഹം അന്നത്തേതിലും അപ്പുറമായി തിരികെ നൽകാനെന്ന വണ്ണം ആ അമ്മയെ അവനിറുക്കെ ചേർത്ത് പിടിച്ചു. ആ കാഴ്ച കൊണ്ടുനിന്ന എല്ലാവരിലും ഒരേ സമയം തന്നെ കുളിരണിയിച്ചു. മഹേശ്വരി കാറിൽ വരുമ്പോഴാണ് തൻ്റെ കാറിലേക്ക് മറ്റൊരു വാഹനം ഇടിക്കാനായി വന്നത്. വേഗം അവർ വെട്ടിച്ചു മാറ്റിയത് കൊണ്ട് കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. എന്നാൽ ഇതേ സമയം ജനാർദ്ദന വർമ്മയുടെ വീട്ടിൽ ഡാഡി, ആൻറ്റി രക്ഷപ്പെട്ടൂന്ന്. അയാൾ ദേഷ്യത്തിൽ കയ്യിലിരുന്ന ലാപ്ടോപ്പ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ലാപ്ടോപ്പ് പൊട്ടിച്ചെതിറിയ സൗണ്ട് കേട്ട് ഊർമിളയും അങ്ങോട്ടേക്ക് വരുമ്പോൾ ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന ജനാർദ്ദന വർമ്മയെയാണ് കണ്ടത്. ഒപ്പം അയാൾക്കരികിൽ നിൽക്കുന്ന സുപ്രിയയും. എന്താ ഉണ്ടായേ? എന്തിനാ ഇതൊക്കെ എറിഞ്ഞുടച്ചേ? മമ്മി, ആൻറ്റി രക്ഷപ്പെടുന്നു, അതും ഒരു പോറൽ പോലും ഏൽക്കാതെ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പ്രിയ, അവന്മാരെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രമേ ഈ പണി ഏൽപ്പിക്കാൻ പാടുള്ളൂ എന്ന്. ഇതിപ്പോൾ അവൾ രക്ഷപ്പെട്ടില്ലേ? ഡാഡി ടെൻഷൻ ആവാതെ. എപ്പോഴും അവർ രക്ഷപ്പെടണമെന്നില്ലല്ലോ. അവൾക്ക് സംശയം വല്ലതും തട്ടിയാലേ അറിയാലോ, പിന്നെ നമ്മുടെ നാശം കണ്ടേ അടങ്ങൂ. അവളും മകനും മരിക്കേണ്ടതിപ്പോൾ എൻ്റെ നിലനിൽപ്പാ. ആ രണ്ടും മരണമടിഞ്ഞു മണ്ണിലായ ഈ കാണുന്ന സ്വത്തുക്കൾ മുഴുവൻ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര ക്യാഷ് എടുക്കാൻ നേരവും അവൾക്ക് കണക്ക് കാണിച്ച് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു പണിയല്ലേ എൻ്റെ തന്ത തന്നെ എനിക്കിട്ട് തന്നിട്ട് പോയേ. സ്വന്തം അനിയത്തിയോട് അവളുടെ ഏട്ടനായി ഞാൻ അടിമയെപ്പോലെ ജീവിക്കേണ്ട അവസ്ഥ. എത്ര തവണ കൊല്ലാൻ നോക്കിയത് അവളെ, നടന്നു. അതിനു പകരം അവളുടെ ഭർത്താവ് പോയി. മോനും ഈ അവസ്ഥ. അവൾക്ക് മാത്രം ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ടല്ലേ എപ്പോഴും അവളിങ്ങനെ രക്ഷപ്പെടുന്നേ. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെയല്ലേ നടന്നത്. ഇവിടെ ഒരു പിഴവ് പറ്റിയെന്ന് കരുതി അതുപോലെ നടക്കാതിരിക്കില്ല. അതുപോലെ തന്നെ നടക്കും. തൽക്കാലം പെട്ടെന്ന് ഇനിയൊരു അറ്റാക്ക് അവൾക്ക് നേരെ വേണ്ട. സമയം, സന്ദർഭം, സ്ഥലം ഇതെല്ലാം ഒത്തുവരുന്നൊരു സാഹചര്യം വരും നമുക്ക് മുൻപിൽ. അന്ന് അവളെ കുരുക്കണം. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത വിധം കൊന്നു തള്ളണം. ഈ കാണുന്നതിനെല്ലാം ഞാനും എൻ്റെ മകളും മതി അവകാശി. വേറെ ആരും വേണ്ട. അനിരുദ്ധ വരുമ്പോൾ കർണൻ അനിരുദ്ധിൻ്റെയും അച്ഛൻ്റെയും ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. കർണൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ആ ഫോട്ടോയിലേക്ക് വീണു. അനിരുദ്ധ കർണൻ്റെ അരികിലായി വന്നിരുന്നു. കർണൻ്റെ കയ്യിലിരുന്ന ഫോട്ടോ വാങ്ങി മേശപ്പുറത്ത് വെച്ചിട്ട് അവനെ നോക്കി. നീ ഇങ്ങനെ അവരെ നോക്കി കരഞ്ഞുകൊണ്ട് മരിച്ചവരാരും തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷേ ഒന്ന് നിനക്ക് ചെയ്യാൻ കഴിയും. അതിന് കാരണക്കാരായവരെല്ലാം തന്നെ അവർക്കടുത്തേക്ക് പറഞ്ഞയക്കാൻ. ഇത്രയും നാളെൻ്റെ അച്ഛനെ ഞാൻ കുറ്റക്കാരനായി കണ്ടു. ഒരുപക്ഷെ അവർ എന്നെ അത്രയും പ്ലാനിങ്ങോടെ വിശ്വസിപ്പിച്ചു. അത് വിശ്വസിച്ച് എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാ അവർ ഈ ക്രൂരത എൻ്റെ അച്ഛനോടും ഞാൻ ജീവനായി കരുതിയവളോടും ചെയ്തത്? അത് എന്തിനു വേണ്ടിയിട്ടായാലും ഇനി അവരുടെയും ആയുസ്സിന് ഈ ഭൂമിയിൽ അധിക നാളില്ല. ആരാ മറഞ്ഞിരിക്കുന്ന ശത്രു എന്നറിയുന്ന ആ ദിവസം, അന്ന് എൻ്റെ ഈ കരങ്ങൾ കൊണ്ടായിരിക്കും എല്ലാവരുടെയും അന്ത്യം. അതാണ്, അങ്ങനെ വേണം. ഈ ഉഷിരുള്ള എൻ്റെ കർണനെയാ എനിക്ക് വേണ്ടത്. നിന്റെ കൂടെ എന്തിനും ഏതിനും ഈ ഞാൻ കാണും. കൊല്ലാനായാലും മരിക്കാനായാലും. കർണനൊന്നും മിണ്ടാതെ തന്നെ അതേ മൗനത്തോടെ ഇരുന്നു. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ. അനിരുദ്ധ് കർണൻ്റെ തോളിൽ കരങ്ങൾ പതിപ്പിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞാൽ തല്ലുമോ നീ എന്നെ? കർണൻ അനിരുദ്ധിനെ നോക്കി ചോദിച്ചു. ആദ്യം കാര്യം എന്താണെന്ന് പറ.
അതിനുശേഷം ആലോചിക്കാം നിന്നെ തല്ലണോ വേണ്ടയോ എന്ന്. എങ്കിൽ പിന്നെ ഞാൻ പറയുന്നില്ല. മര്യാദക്ക് നീ പറയുന്നുണ്ടോ, അതോ ഞാൻ 2 തന്നിട്ട് നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ? ഇത് നല്ല കൂത്ത്. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തല്ലോ. നിനക്ക് തോന്നുമ്പോൾ തല്ല. ഞാനെന്താ വല്ല ചെണ്ടയുമാണോ? നിന്റെ ഒരുമാതിരി പന്ന കോമഡി എന്നോട് വേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകാൻ നോക്കടാ. വേറൊന്നുമല്ല, നിനക്ക് ഈ കരച്ചിലും സെൻറ്റിമെൻറ്റും ചേരില്ലടാ. സത്യം പറയാലോ, നീ കരയുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നേ. 6 പാക്ക് ബോഡിയും വെച്ച് പട്ടി മോങ്ങും പോലെ, ഒരു മന്ദബുദ്ധി മോങ്ങുന്ന പോലെ തോന്നും. കർണൻ അനിരുദ്ധിനെ ആ ഇരുപ്പിൽ തന്നെ കുനിച്ചിരുത്തി അവൻ്റെ മുതുകിൽ ഒറ്റയിടി. അയ്യോ, ആരേലും ഓടി വരണേ, ഈ കാലമാടൻ എന്നെ കൊല്ലുന്നേ. കർണൻ അവനെ പിടിച്ചു നേരെയിരുത്തി. ഇപ്പം മനസ്സിലായോ ഞാൻ മന്ദബുദ്ധി അല്ലെന്ന്? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി മനസ്സിലാക്കി തരാം. എന്താ വേണോ? വേണ്ടായോ, എനിക്കെല്ലാം മനസ്സിലായിരിക്കുന്നു. അത്രയും പറഞ്ഞ് നടുവിന് താങ്ങി പിടിച്ച് അനിരുദ്ധ് അമ്മയെന്ന് വിളിച്ചിരുന്നു. അപ്പോഴേക്കും ചായയുമായി അവരുടെ റൂമിലേക്ക് പല്ലവി വന്നു. ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ, ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. കണ്ടോ, മനസ്സിൽ വിചാരിച്ചത് തന്നെ കൺമുന്നിലെത്തിയത്. അനിരുദ്ധ് അത് പല്ലവിയെയും കണ്ണവനെയും മാറി മാറി നോക്കി പറയുമ്പോൾ അതിനുള്ള മറുപടി നൽകിയത് പല്ലവിയുടെ പിന്നാലെ മിത്തുമോളെയും കൊണ്ടുവന്ന കാർത്തികയാണ് നൽകിയത്. ചായ കുടിക്കുമ്പോൾ ആക്രാന്തം മൂത്ത ആ ഗ്ലാസ് കൂടെ വിഴുങ്ങാതിരുന്നാൽ മതി. അതിന് നീയല്ല ഞാൻ. അത്രയും പറഞ്ഞ് കണ്ണനെ നോക്കിയിട്ട് പറഞ്ഞു. ഈ തടിച്ചിയെ വല്ല ഉരലിലും കെട്ടിയിട്ട് ഓടിക്കണം. തിന്നിരിക്കുന്ന കണ്ടില്ലേ, ബൊമ്മക്കുട്ടിയെ പോലെ. ഡാ വേണ്ട, എൻ്റെ പെങ്ങളെ പറഞ്ഞാലുണ്ടല്ലോ. വേണ്ട ഏട്ടാ, പറയട്ടെ. എന്നായാലും ഇങ്ങരുടെ അനിയൻ്റെ ഭാര്യയായി ഞാൻ അങ്ങോട്ട് പോകുമല്ലോ. അന്ന് ഇതിനെല്ലാം ചേർത്ത് അവിടെ വെച്ച് കൊടുത്തോളാം. ഇങ്ങനെ പൊട്ടനിക്കിട്ട് കൊല്ലും ഞാൻ. എനിക്കറിയാടി നീ അങ്ങനെ ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ നിന്നെ അവൻ കെട്ടുന്നതിന് മുന്നേ നല്ല കലക്കനൊരു പെൺകൊച്ചിനെ കണ്ടുപിടിച്ച് കെട്ടും ഞാൻ. നോക്കിക്കോ. വരും നോക്കിയിരുന്നു. നിനക്കെന്താടി ഒരു പുച്ഛം? എൻ്റെ സൗന്ദര്യം കണ്ട് എത്ര പെൺപിള്ളേരെ ക്യൂ നിൽക്കുന്നതെന്ന് അറിയുമോ? അത് ക്യൂ നിൽക്കുന്നതല്ല, നിങ്ങളെ തല്ലാൻ നിൽക്കുന്നതാവും. സൗന്ദര്യമില്ലാത്ത നിനക്ക് അസൂയല്ലടി എന്നോട്. പിന്നെ അസൂയപ്പെടാൻ പറ്റിയ സാധനം. അത്രയും പറഞ്ഞ് പല്ലവിയെ നോക്കിക്കൊണ്ട് കാർത്തിക പറഞ്ഞു. ചേച്ചിക്കറിയാമോ, പണ്ട് കോളേജിൽ എൻ്റെ ഏട്ടനൊപ്പം ഇങ്ങേര് പഠിക്കുന്ന കാലം. അന്ന് കോളേജിലെ ഹീറോ ആയിരുന്നു എൻ്റെ ഏട്ടൻ. ഇന്നും അതിന് മാറ്റമില്ല. അന്നത്തേക്കാൾ മൊഞ്ച് കൂടിയിട്ടേ ഉള്ളൂ ഇന്ന്. എന്നാൽ ഇങ്ങനെ കാണണം, കണ്ടാൽ പട്ടി വെള്ളം കുടിക്കില്ല. അമ്മാതിരി കോലമായിരുന്നു. ഈ പറമ്പിലൊക്കെ കാക്ക വരാതിരിക്കുന്ന കോലം ഇങ്ങേരിക്കുള്ള കൊള്ളാമായിരുന്നു. ഏട്ടനോട് തന്നെ ഇത്ര പെൺപിള്ളേർ ആരാധനയോട് ചോദിച്ചിട്ടുണ്ടെന്നോ? ഏട്ടന് കണ്ണേറ് കിട്ടാതിരിക്കാൻ കൊണ്ടു നടക്കുന്ന വല്ല മക്കാച്ചിയുമാണോന്ന്? അന്നത്തെ അപേക്ഷിച്ച് ഇന്ന് നോക്കുമ്പോൾ ഒരുവിധം കുഴപ്പമില്ല. അതിനങ്ങേരുടെ അഹങ്കാരം കണ്ടോ? ആ അങ്ങേരോട് എനിക്ക് അസൂയ പോലും. കാർത്തിക് അത് പറയുമ്പോൾ തന്നെ പല്ലവി ചിരിച്ചു പോയിരുന്നു. അനിരുദ്ധിൻ്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു. ചെറുത് കൊടുത്ത് വലുത് വാങ്ങിയല്ലോ എന്ന്. നീയല്ലാതെ വേറെ ആരെങ്കിലും അവളോട് വായിട്ട് വലയ്ക്കാൻ പോകുമോ? എന്തായാലും കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനമായല്ലോ അല്ലേ? കർണൻ ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ അവനെ നോക്കി അനിരുദ്ധ് ഒന്ന് ഇളിച്ചു കാണിച്ചു. പിന്നെ ഒന്നും അറിയാത്തവനെ പോലെ കാർത്തികയുടെ കയ്യിലിരുന്ന മിത്തുമോൾക്ക് നേരെ കരങ്ങൾ ചൂണ്ടി. മിത്തുമോൾ അവനെ മനസ്സിലാവാതെ അവനെയും പിന്നെ കാർത്തികയെയും നോക്കി. കാർത്തികയെ നോക്കി ഇതാരാ എന്ന് ചോദിക്കുന്ന പോലെ. വാവുസേ, ഇതാണ് മാക്കാച്ചി. ഇത് വാവുസിനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നതാ. കാർത്തിക കണ്ണുകൾ ഉരുട്ടി പേടിപ്പിക്കുമ്പോഴും മിത്തുമോളെ നോക്കി പറയുമ്പോൾ അവൾക്ക് കാർത്തിക പറയുന്നത് മനസ്സിലായില്ലെങ്കിലും അവളിട്ട എക്സ്പ്രഷനിൽ അവളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്ന ആരോ ആയിട്ടാ തോന്നിയേ. മിത്തുമോൾ തൻ്റെ ചുണ്ടുകൾ കൂർപ്പിച്ച് കണ്ണും കൂർപ്പിച്ച് പേടിയോടെ കാർത്തികയെ അള്ളി പിടിച്ചുകൊണ്ട് അവനെ നോക്കി. അത് നിന്റെ മറ്റവനില്ലേ, എൻ്റെ അനിയൻ, അവനാ. വാമോസ് വന്നേ, അങ്കിൾ ചോക്ലേറ്റ് വാങ്ങിത്തരാമേ. അത്രയും പറഞ്ഞ് അവൻ മിത്തുമോളെ അവളിൽ നിന്നും എടുക്കാനാഞ്ഞതും അവൾ വാവിട്ട് കരയാൻ തുടങ്ങി. നീ ഒറ്റ ഒരുത്തി കാരണമാ അവൾ കരഞ്ഞേ. മര്യാദയ്ക്ക് വരുമായിരുന്നു എൻ്റെ അടുത്തേക്ക്. ഇനി എന്നെ പറ, നിങ്ങളുടെ ഈ മാക്കാച്ചിയെ പോലത്തെ മുഖം കണ്ട എൻ്റെ മിത്തുമോൾ കരഞ്ഞേ. പല്ലവി കാർത്തികയിൽ നിന്ന് മിത്തുമോളെ കരച്ചിൽ മാറ്റായി എടുക്കും മുന്നേ കർണൻ എടുത്തിരുന്നു. അവൻ്റെ കരങ്ങൾക്കുള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പമ്മി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അപ്പോഴേക്കും അവളുടെ കരച്ചിൽ മാറിയിരുന്നു. അതെല്ലാം അതിശയത്തോടെ അനിരുദ്ധ് നോക്കി നിന്നു. നീ എന്താ ഗീതേ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ? നിന്റെ ആഗ്രഹം പോലെ കണ്ണൻ നിന്നെ മനസ്സിലായില്ലേ? അതിൽ പരം എന്താ വേണ്ടത് നിനക്ക്? രേവതി ഗീത ഇരുന്ന ബെഡിൻ്റെ സൈഡിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല രേവു, അവൻ എന്നെ അംഗീകരിച്ചു എന്ന്. അവനിൽ നിന്നും അമ്മയെന്നുള്ളൊരു വിളി ഈ ജന്മം കേൾക്കാൻ കഴിയുമെന്ന് കരുതിയതല്ല. പക്ഷേ അവൻ അവൻ്റെ അമ്മയെയും അച്ഛനെയും മനസ്സിലാക്കിയിരിക്കുന്നു.
ഇവിടെ നിന്നും പോകേണ്ട, ഇനി എന്നും അമ്മയും അനിയത്തിയും അവനോടൊപ്പം ഇവിടെ തന്നെ വേണമെന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. എങ്ങനെ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കണമെന്നറിയാത്ത അവസ്ഥ. പക്ഷെ അപ്പോഴും ഒരു വിഷമമുണ്ട് എനിക്ക്, അദ്ദേഹം ഇന്നില്ലല്ലോ എന്ന്. എല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ മോനെ ഏറ്റവും വെറുത അവൻ്റെ അച്ഛൻ്റെ മാത്രം ഞങ്ങൾക്കൊപ്പം ഈ സന്തോഷം പങ്കിടാനില്ല. അതോർക്കുമ്പോഴാണ് എനിക്ക് ഗീത അവരുടെ സാരി തലപ്പ് കൊണ്ട് അവരിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചു നീക്കിക്കൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കാതെടി. നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാലേ മരിച്ചുപോയ നമ്മുടെ ഏട്ടൻ തിരിച്ചു വരുമോ? ഇല്ല. ഏട്ടൻ അങ്ങ് മുകളിലിരുന്ന് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ആ സമയത്ത് നീ ഇങ്ങനെ ഏട്ടനെ ഓർത്ത് കരഞ്ഞിരുന്നാലേ അത് ഏട്ടനും കൂടെ സങ്കടം ആവുകയുള്ളൂ. രേവതിയും ഗീതയും സംസാരിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കാർത്തിക വന്നു. അമ്മേ, ഓ ഇപ്പോഴാണ് നിനക്ക് നിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്നറിഞ്ഞ് രേവതി അവളെ നോക്കി പറഞ്ഞു. എൻ്റെ രേവൂട്ടി കൂടുതൽ അങ്ങ് മൂപ്പിക്കല്ലേ. ഞാൻ വന്നത് എൻ്റെ രേവൂട്ടിയെ കൊണ്ടൊരു ഹെൽപ്പ് വേണമായിരുന്നു. എനിക്കറിയാടി എന്തോ കാര്യം സാധിക്കാനുള്ളത് കൊണ്ട് തന്നെയാ നീ അവിടെ നിന്ന് ഇളിച്ചുകൊണ്ട് വന്നതെന്ന്. മനസ്സിലായെങ്കിൽ പിന്നെ അധികം വളച്ച് കെട്ടുന്നില്ല. ഞാനും പല്ലവിയും മിത്തുമോളെയും കൊണ്ട് ഒന്ന് പുറത്തു പൊക്കോട്ടെ. ഇത് നീ എന്നോടല്ല ചോദിക്കേണ്ടത്, നിന്റെ ഏട്ടനോടാ. അവനോട് ചോദിക്കുമ്പോൾ അവൻ സമ്മതിച്ച മോളെയും കുഞ്ഞിനെയും കൂട്ടി പൊയ്ക്കോ നീ. പല്ലവിയോട് ചോദിച്ചപ്പോൾ രേവൂട്ടി സമ്മതിച്ചാൽ വരാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ രേവൂട്ടി പറയുക ഏട്ടന് സമ്മതിക്കണോ എന്ന്. പല്ലവി മോളെ ഇവിടേക്ക് കൊണ്ടുവന്നത് നിന്റെ ഏട്ടനാ. അപ്പം മോളുടെയും മിത്തുമോളുടെയും കാര്യങ്ങൾ ഞങ്ങളേക്കാൾ അവകാശം അവനാ. നിന്റെ കൂടെ വിട്ടിട്ട് എന്തേലും പറ്റിയാ അവൻ എന്നെ വന്ന് ശരിയാക്കും. അറിയാലോ അവനെ. അതൊക്കെ അറിയാം. തൽക്കാലം ഏട്ടനറിയാതെ ഞാൻ നോക്കിക്കോളാം. രേവൂട്ടി ഒന്നും പറയാൻ പോകാതിരുന്നാൽ മാത്രം മതി. ഞങ്ങൾക്കൊന്നും അറിയണ്ട. മോളെയും കൊണ്ട് പോയിട്ട് എന്തേലും നീയായിട്ട് ഒപ്പിച്ചാ അവൻ്റെ നിന്ന് കിട്ടുന്നത് എന്തായാലും നീ വാങ്ങിച്ചു കൂട്ടിയാൽ മതി. അപ്പം കിടന്ന് എന്നെ വിളിച്ച ആ പരിസരത്ത് വരില്ല ഞാൻ. അറിയില്ലെന്ന് പറഞ്ഞാൽ ഒഴിയും. എനിക്കറിയാം. അല്ലെങ്കിലും എനിക്ക് എന്ത് വന്നാലും ആർക്കൊന്നുമില്ലെന്ന്. അത്രയും പറഞ്ഞ് കാർത്തിക് ഒരു വശത്തേക്ക് പുച്ഛത്തോടെ തിരിഞ്ഞിരുന്നു. അറിയാമെങ്കിൽ പിന്നെ മര്യാദയ്ക്ക് ഇരുന്നൂടെ? അതെ, ഈ കാർത്തിക് മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കില്ല. ഒന്നുമില്ലെങ്കിലും ഞാൻ ആ വെട്ടുപോത്തിൻ്റെ പെങ്ങളല്ലേ. അപ്പം പിന്നെ അതേപോലുള്ള ധൈര്യം കിട്ടാതിരിക്കുമോ? എന്തിനുള്ള പുറപ്പാടാണാവോ എന്തോ. മിക്കവാറും നിന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത് കണ്ണൻ്റെ നിന്ന് വാങ്ങിക്കൂട്ടുമെന്നാ. ഞങ്ങൾ പോയിട്ടൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ വരുമ്പോൾ ഇത് തന്നെ പറയണം കേട്ടോ. മഹേശ്വരി വീട്ടിലേക്ക് ടാക്സി പിടിച്ചാണ് വന്നത്. അവർ വീട്ടിലേക്ക് കയറി വന്നുകൊണ്ട് അകത്തേക്ക് നോക്കി വിളിച്ചു, ശങ്കർ. ശങ്കർ അവർക്കടുത്തേക്ക് വന്നു. പുറത്ത് ടാക്സി നിൽപ്പുണ്ട്, എത്രയാ കൂലിയെന്ന് ചോദിച്ചത് കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. അത്രയും പറഞ്ഞിട്ട് മഹേശ്വരി അവിടെയുള്ള സോഫയിലേക്ക് വന്നിരുന്നു. അവരുടെ കണ്ണുകളിൽ കുറച്ചു മുൻപ് നടന്ന ആക്സിഡന്റ് തെളിഞ്ഞു നിന്നു. ഒരു നിമിഷം തൻ്റെ താറ് വെട്ടിത്തിരിഞ്ഞില്ല എന്നെങ്കിൽ ഇന്ന് താനിവിടെ ഇങ്ങനെ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. മഹേശ്വരി തലയ്ക്ക് കരങ്ങളിൽ ഊന്നിക്കൊണ്ട് തൻ്റെ നേരെ വന്ന വണ്ടിയിലുണ്ടായിരുന്ന ആളെ ഓർത്തെടുക്കാൻ നോക്കി. അയാളെ ഞാൻ ഏട്ടൻ്റെ കൂടെ കണ്ടിട്ടുള്ളത് പോലെ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വിട്ടാവുമോ അയാൾ എന്നെ കൊല്ലാൻ നോക്കിയത്? ഒന്നും മനസ്സിലാവുന്നില്ല. മഹേശ്വരി അത് തന്നെ പറഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ശങ്കർ വന്നു. മാഡം, എന്തു പറ്റി? സുഖമില്ലേ? മാഡത്തിൻ്റെ കാർ എവിടെ? കാറ് വർക്ക്ഷോപ്പിലാണ്, നാളെ കിട്ടും. പിന്നെ ശങ്കർ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ശങ്കറിന് അടുത്തറിയാവുന്ന നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളെ വേണം. മാഡം പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. എങ്ങനെയുള്ളവരെ വേണമെന്ന് പറഞ്ഞാൽ മതി. മാഡത്തിൻ്റെ മുൻപിൽ നിർത്താം, പോരെ? പക്ഷെ എന്തിനെന്ന് മാത്രം പറഞ്ഞില്ല മാഡം എന്നോട്. ഇന്ന് എൻ്റെ കാറിന് നേരെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ ഞാൻ പോയ എൻ്റെ മോനെ ആരുമില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാവാം ഒന്നും വരുത്താതിരുന്നേ. എന്നാൽ എനിക്ക് നേരെ വന്ന വണ്ടി ഓടിച്ചിരുന്നത് ഏട്ടൻ്റെ കൂടെയുള്ള ഒരാളല്ലായിരുന്നു എന്നൊരു സംശയം. ഈയിടെയായി ഏട്ടനിലും മകളിലുമുള്ള മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെനിക്ക് മാത്രം തോന്നിയതാണോ, ഇല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ആണോ എന്നറിയാൻ നമുക്കിടയിൽ നിന്നൊരാൾ അവിടെ വേണം. ഒരിക്കലും ഏട്ടനോ മകളോ അറിയാനും പാടില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ളയാളാണെന്ന്. മേഡം അതേപറ്റി ചിന്തിക്കേണ്ട. എന്തെങ്ങനെ വേണമെന്ന് ചിന്തിച്ചു ഞാൻ തന്നെ ചെയ്തോളാം. പറ്റുമെങ്കിൽ ഇന്നോ നാളെയോ തന്നെ വേണം. ഇനിയും വെച്ച് താമസിക്കാൻ പാടില്ല. അത്രയും പറഞ്ഞ് മഹേശ്വരി സ്റ്റെപ്പ് കയറി ദത്തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. മഹേശ്വരി വരുമ്പോൾ മെഡിസിൻ്റെ മയക്കത്തിൽ ഉറങ്ങുന്ന തൻ്റെ മകനെയാണ് കണ്ടത്. അവർ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് അവൻ്റെ നെറ്റിയിൽ മുത്തിയ ശേഷം തലമുടിയിൽ മെല്ലെ തടവിക്കൊണ്ട് ആ ബെഡിലേക്ക് ചേർന്ന് കണ്ണടച്ചിരുന്നു.